പൊങ്ങട്ടെ. നൈസ്. 80 കിലോ നമ്മൾ ബെഞ്ച് പ്രസ് ചെയ്യുന്നത്. 80 കിലോ. യെസ്, നമ്മൾ കുഴിച്ച് ഓൾമോസ്റ്റ് 2 മീറ്റർ ആയില്ല. 1.8 മീറ്റർ അടുപ്പിച്ചു. ഇത്രയും കുഴിച്ചല്ലേ. പൊളി. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പ്രിസൺ എസ്കേപ്പ് സിമുലേറ്റർ ഡിഗ് ഔട്ട്. നമ്മൾ കഴിഞ്ഞ പാട്ടിൽ ഓൾമോസ്റ്റ് 1 മീറ്റർ അടുപ്പിച്ച് കുഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി നമുക്ക് ഈ പാട്ടിൽ കുഴിക്കാം. ലെറ്റ്സ് ഗോ. ട്രേഡ് ഫോർ എ ബെറ്റർ ഷവൽ. ഓക്കെ, നമ്മുടെ കയ്യിലിപ്പോൾ സ്പൂണുള്ളത്. നമ്മൾ നല്ലൊരു ഷവൽ വാങ്ങണമെന്നാണ് പറയുന്നത്. ഷവൽ മേടിച്ചാൽ നമുക്ക് ഒരുപാട് കുഴിക്കാൻ പറ്റും, പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗാർഡ് വരാൻ സമയമായി. വേം ബാ, സമയമില്ല എനിക്ക്. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം. ഒരു ദിവസം രാത്രി ആവറായിട്ട്, അതുകൊണ്ട് ഇരുട്ട്. ഗാർഡ് വന്ന് അടച്ചിട്ട് വീട്ടിൽ പോയി നമുക്ക് ബാക്കി കുഴിക്കൽ തുടങ്ങാം. 2 മിനിറ്റ് ഗാർഡ് വരും. ഓക്കെ, തുടങ്ങട്ടെ. ഏതല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് നല്ല കറക്റ്റായിട്ട് കുഴിക്കുന്നുണ്ട്. നമ്മളൊരു കിണർ കുഴിക്കുന്നത് പോലെ. എനിക്ക് മുമ്പ് കുഴിച്ച എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും ഞാൻ നന്നായിട്ട് കുഴിക്കുന്നുണ്ട്. മണലൊക്കെ എടുത്ത് കളയട്ടെ. ഇവിടെ ഗാർഡ് വേമ്പാ. ഓക്കെ, സാധനങ്ങളൊക്കെ എടുത്ത് നിർത്തി. ഗാർഡ് വരുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ കൊടുത്തോളാം. നമുക്ക് കുഴിക്കാൻ തുടങ്ങാം. കമോൺ. അടുത്ത എനർജിയും തീരാറായി. ഓക്കെ, 1 മീറ്റർ അടുപ്പിച്ചാൽ കുഴിച്ചപ്പോൾ 1.3 മീറ്റർ അടുപ്പിച്ചായിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇത്തവണ കുഴിച്ചിട്ട് ആകെ ഒരു ഒറ്റ ഐറ്റം കിട്ടുള്ളൂ. ഇതൊന്നും വെച്ച് ജീവിക്കാൻ പറ്റില്ല. അത്യാവശ്യം ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ടോയ്ലറ്റ് പേപ്പർ കിട്ടും, എന്നാലേ ഷവലൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. മണലൊക്കെ എടുത്ത് കളയട്ടെ. കുസവിടെ വേമ്പ. ഹലോ സാർ, ഐ ഹേഡ് സം നോയ്സ്. ഞാനാ വിളിച്ചത്. ഈ കുറച്ച് യെസ്, നമ്മളുടെ ആകെ ഒരു ടോർച്ച് ഉള്ളൂ. അതിന് അവൻ 5 ഇത് തരാന്നാണ് പറയുന്നത്. ആകെ 6 മാക്സിമം ഉള്ളൂ. പിന്നെ 5 വാങ്ങാൻ പറ്റും. 5 തരുമല്ലോ നീ. വേന്താ എനർജിയില്ല. പൊക്കോ. 30 സെക്കൻഡിനകത്ത് അവൻ തിരിച്ചു വരാമെന്ന്. അറ്റന്മാരെ കിടന്ന് ഉറങ്ങുക. നമുക്ക് വേഗം പോയിട്ട് അവൻ്റെ നിന്ന് കുറച്ച് കഴിക്കാനുള്ള എനർജി എന്തെങ്കിലും മേടിക്കാം. ഇവൻ്റെ നിന്ന് മേടിച്ചാൽ കണ്ട എനർജി അപ്പോഴേ ഫുള്ളായി. നമ്മൾ മറ്റേ അവിടെ പോയിട്ട് മീൽ എടുക്കുകയാണെങ്കിൽ ആകെ ഹാഫോളം എനർജി വരുള്ളൂ. അവൻ തരുന്ന ചിപ്സ് കഴിക്കുമ്പോഴേക്കും എനർജി ഫുള്ളാവും. നീ ഒന്നും എന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, എനിക്കറിയാം എപ്പോൾ എന്ത് ചെയ്യണമെന്ന്. വാ, നമുക്ക് ബാക്കി എനർജി തീരുന്നവരെ കുഴിക്കാം. ഐശ്വരി, രാത്രി ഗാർഡ് വരുന്ന സയൻസ് ഒന്നും കാണിക്കുന്നില്ല. അതായത് രാത്രി ഗാർഡ് വരില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ രാത്രി നമുക്ക് നേരെ വെളുക്കുന്നവരിരുന്ന് കുഴിക്കാം. സാധനങ്ങൾ ഇട്ടാൽ സൈഡ് കുഴിച്ചു തുടങ്ങാം. കാരണം ഐറ്റംസ് ഒന്നും കിട്ടിയില്ല. കയ്യിൽ ടോയ്ലറ്റ് പേപ്പർ കുറവാണ്. സൈഡ് കുഴിക്കുമ്പോൾ നമുക്ക് ഐറ്റംസ് കിട്ടുന്നുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് ഹാർഡ് വർക്ക് ഇട്ടിട്ട് സ്മാർട്ട് വർക്കിലോട്ട് ഇടാം. കാരണം ഇങ്ങനെ സൈഡ് കുഴിച്ചാൽ നമുക്ക് ഐറ്റംസ് കിട്ടും. ഐറ്റംസ് കിട്ടിയാൽ ടോയ്ലറ്റ് പേപ്പർ ഇട്ടു. ടോയ്ലറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ഷവലൊക്കെ മേടിച്ചാൽ പണി പടപെടാന്ന് നടക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 2-3 സെറ്റായിട്ട് നേരെ വാച്ചൊക്കെ കിട്ടി. നൈസ്. താഴോട്ട് കുത്തിക്കൊണ്ടിരിക്കുക. നമുക്കൊന്നും കിട്ടിയില്ല. 5 ഐറ്റം കിട്ടി. സൈഡ് കുഴിക്കട്ടെ. നമ്മുടെ ഇൻവെന്ററി ഫുള്ളായി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ കുഴിച്ച് ഐറ്റംസ് ഇട്ടിട്ട് കാര്യമില്ല. നമുക്ക് ഡീപ്പായിട്ട് താഴോട്ട് തന്നെ കുഴിക്കാം. രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കാം. നേരെ കുഴിച്ചിട്ടുണ്ടോ, ഒന്നും കിട്ടുന്നില്ല. 2 സ്പൂൺ ഇട്ട് മറ്റേ സൈഡ് കുരയ്ക്കുമ്പോൾ നമുക്ക് വല്ല ഐറ്റംസും കിട്ടുമായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ എനർജി തീർന്നിട്ടുണ്ട്. ആ ഷൂസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പോട്ടെ, കാർപ്പറ്റ് ഇടയ്ക്കട്ടെ. ഗാർഡ് വരുന്നതെന്ന് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ രാത്രി സമയത്ത് വേണം നമ്മൾ കുഴിച്ച് ടണൽ കണ്ടുപിടിച്ചിട്ട് അതോടുകൂടി രക്ഷപ്പെടാനും തോന്നുന്നുണ്ട്. മതി, തിരക്കില്ല. മണലൊക്കെ എടുത്ത് കളയട്ടെ. ഐറ്റംസ് ഒക്കെ എടുത്ത് നിരത്തട്ടെ. 5 ഐറ്റം കിട്ടി. സ്പാനർ, വാച്ച്. പറയുന്നത് അറ്റ് നൈറ്റ് യു ക്യാൻ കോൾ ദ ഗോഡ് ഗെറ്റ് സം സ്ലീപ്പ്. ഓക്കെ, രാത്രി സമയത്ത് ഗാർഡിനെ വിളിക്കാൻ പറ്റില്ല. അതായത് ഇവിടെ എത്ര സൗണ്ട് ഇട്ടാലും ഗാർഡ് വരത്തില്ല. നൈസ്. അങ്ങനെ നേരം വെളുത്തിട്ടുണ്ട്. മീലുണ്ട്. നമുക്ക് ഹാഫ് എനർജി ഉണ്ട്. ഉറങ്ങിയപ്പോൾ ഹാഫ് എനർജി കിട്ടി. നമുക്ക് മീല് കഴിക്കേണ്ട, നേരെ കുഴിക്കാൻ തുടങ്ങാം. കാരണം കുഴിച്ചിട്ട് എനർജി തീർന്നിട്ട് നമ്മൾ മീല് കഴിക്കുമ്പോൾ എനർജി പിന്നെ ഫുള്ളായിട്ട് കിട്ടുമല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? തീയല്ലേ, ജീനിയസ്. ഷൂസ് എടുക്ക്. കുഴിക്കി. എന്താ പൊങ്ങിക്കുന്ന വെട്ടികളാ. പൊട്ടെ. കുഴിച്ചിട്ട് ആകെ 1.4 മീറ്റർ ആയതുള്ളൂ കേട്ടോ. ഡേ 2 ആയി. ഒരു 10 ദിവസം. അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടണം. അത്രേ ഉള്ളൂ. മാക്സിമം 10 ദിവസം. ഓക്കെ, അങ്ങനെ എനർജി തീർന്നിട്ടുണ്ട്. ഇനി സ്പൂണൊക്കെ എടുത്ത് ഒളിപ്പിച്ച് നോക്കട്ടെ. അവിടെ പോയി ഇരിക്കടാ. 1 മിനിറ്റ് കൂടിയുള്ളൂ. ഗാർഡ് ഇപ്പോൾ ഒരുപാട് കാർപ്പറ്റ് അടയ്ക്കട്ടെ. എന്നിട്ട് വേണം മണലൊക്കെ എടുത്ത് അവിടെ കൊണ്ട് കക്കൂസി കൊണ്ട് തള്ളാൻ. പൊട്ട്. നമുക്കിപ്പോൾ 4 ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ടേബിളിൽ 5 ഐറ്റം ഉണ്ട്. മൊത്തം 9 ഐറ്റം. ഇന്ന് നമ്മൾ ഒരുപാട് ടോയ്ലറ്റ് പേപ്പർ മേടിക്കും. വീലെടുക്കട്ടെ. അയ്യേ, ആകെ ഹാഫ് ആയതേ ഉള്ളൂ. എടാ, അത് ചതിയായി പോയല്ല. ഞാൻ വിചാരിച്ച് ഫുള്ളാവുന്നു. ഇപ്പോൾ ഗാർഡിന് വിളിക്കാം. അമ്മമ്മ വേമ്പാ. കുറേ സാധനമുണ്ട്. എന്ത് തരും? 47 എണ്ണം പോരാ, നെഗോഷിയേറ്റ് ചെയ്യാം. ഒരു 53 കിട്ടുമോ? വേണ്ട, 51 പിടിക്കാം. 70% ഉണ്ട്. ഇല്ലെങ്കിൽ 20% ഡിസ്കൗണ്ട് ഇട്ടിട്ട് പറഞ്ഞ 47 എണ്ണത്തിന് കുറച്ച് തരുള്ളൂ. നമ്മളടുത്ത് 64 എണ്ണം ആയിട്ടുണ്ട്. ഇനി പോയിട്ട് നമുക്ക് ഷവൽ പിടിക്കാം. വേഗം പൊക്കോ. പോയി നമുക്ക് നേരെ പോയി ഷവൽ പിടിക്കാം. ഫുഡൊക്കെ പിന്നെ എടുക്ക്. സാധനം എടുക്ക്. അങ്ങനെ നമുക്ക് ഷവല് കിട്ടിയിട്ടുണ്ട്. ഇനി ഫുഡ് എടുക്കട്ടെ. എനിക്ക് മനസ്സിലാവാത്തതല്ല, ലവൻ്റെ അടുത്ത് ഷവലുണ്ട്, ലവൻ്റെ അടുത്ത് ആവശ്യം പോലെ ഫുഡുണ്ട്, അവൻ്റെ അടുത്ത് ഡമ്പലൊക്കെ ഉണ്ട്. ഇവന്മാർക്ക് ഇതിന്ന് കുത്തി തുറന്നങ്ങ് പൊക്കൂടെ? ഒരുപാട് ഡൗട്ടുകൾ. ഇവന്മാർക്ക് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? മണ്ടന്മാര് മൊയന്തളാണ് സത്യം പറഞ്ഞില്ലേ. ഇവന്മാർക്ക് കുത്തി തുറന്നങ്ങ് പൊക്കൂടെ?
നമ്മൾ മാത്രം ആകെ ഒരു ഉത്തരവാദിത്വം ശ്രമിക്കുന്നത്. ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ഹാവ് യു സ്റ്റാർട്ടഡ് ഡിഗിങ് ഇറ്റ്. അതായത് അവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രസന്റ് സൈഡിൽ ഇവിടെ ഒരു വെയർ ഹൗസ് ഉണ്ട്, അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുമെന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ ചാവി ആരുടെ അടുത്തുള്ളതെന്ന് അറിയത്തില്ല. പുള്ളിക്കാരനത് കണ്ടുപിടിച്ച്, നമ്മുടെ കൂട്ടുകാരൻ ആരുടെ അടുത്ത ചാവി ഉള്ളത് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ അടുത്ത് പറയാൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, വെയർ ഹൗസിൽ പോയിട്ട് എന്ത് കിട്ടാനാ, നല്ല വലിയ ഷവലൊക്കെ കിട്ടിയ വേഗം കുത്തി തീർന്ന് പോവാം. ഷൂസ് എടുക്കട്ടെ. 1.5 മീറ്റർ ആയി കേട്ടോ. ഓൾവേസ് ഫോക്കസ് ഓൺ യുവർ ഗോൾ. ഓക്കെ, വേറെ ഐറ്റം ഒന്നുമില്ല. അതാ 2 ഐറ്റം, മൂന്നാമതൊരു ഐറ്റം കണ്ടോ, നമുക്ക് ലാസ്റ്റ് എടുക്കാം. അത് തുറക്കട്ടെ. ഗാർഡ് വരാൻ ഇനി ആവശ്യം പോലെ സമയമുണ്ട്, 1.5 മിനിറ്റ് ഉണ്ട്. വലിയ തിരക്കില്ല, എന്നാലും നമ്മൾ പരമാവധി കുത്തി തീർക്കാം. എടുക്കാൻ പറ്റില്ല അത്. യെസ്, 3 ഐറ്റം കിട്ടിയിട്ടുണ്ട്. 23 ടോയ്ലറ്റ് പേപ്പർ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ബാഗ് പിടിക്കണം. അങ്ങനെയാണെങ്കിൽ 5 എന്നുള്ളത് 10 ആയി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കളക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, എടാ ഷവല് പിടിച്ചപ്പോൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ടില്ലേ, നേരത്തെ 2 സെക്ഷൻ മണ്ണുകൊണ്ട് കളഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പം നമുക്ക് 3 സെക്ഷൻ മണ്ണ് കിട്ടിയിട്ടുണ്ട്. നൈസ്. ഓക്കെ, ഡിഗിംഗ് പവർ കൂടിയപ്പോൾ ഒരുപാട് മണ്ണ് നമ്മളിപ്പോൾ തുറന്നെടുക്കുന്നുണ്ട്. വേഗം ബാ ഗാർഡ്, സമയമില്ല എനിക്ക്. ഗൈഡ് സം നോയ്സ്. ഇതിനെല്ലാം കൂടെ എത്ര വരും? 12, ഒരു 13 തരും. സക്സസ്. യെസ്, 29ഉം 13 തരുമ്പോൾ 42 ആയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. പൊക്കോ 42 നമുക്ക് പോയിട്ട് നേരെ എനർജി പിടിക്കാം. അതേ കിട്ടുള്ളൂ. ബാക്കി എല്ലാ സാധനം 50 വേണ്ട. 3 കൊടുത്തപ്പോൾ തന്നെ എനർജി ഫുള്ളായിട്ടുണ്ട്. ഇവന് അടുത്ത സാധനം കൂടി വന്നിട്ടുണ്ട്, 50 ഡിഗിങ് പവർ. അതിന് 50 സാധനം കൊടുക്കണം. 30 രൂപയ്ക്ക് കയറ് തരും. വേണ്ട, 50 രൂപയ്ക്ക് ബാഗ് വരും. ബാഗിന് 50 രൂപ കേട്ടോ. ഒരു 11 ബാഗ് പിടിക്കാം നമുക്ക്. അകത്തേറി ഇരിക്കട്ടെ, ഗാർഡ് വരുന്നുണ്ട്. ഇവിടെ കണ്ടോ വരയൊക്കെ വരച്ച് വെട്ടിയിട്ടേക്കുന്നത്. ഒമാര് നല്ലോണം പുഷപ്പ് കളിക്കുന്നുണ്ട് ഡെയിലി. നമ്മൾ പുഷപ്പടി വർക്കൗട്ട് കാര്യങ്ങളൊന്നുമില്ല, കാരണം നമ്മളിവിടെ ഒരുപാട് നാൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഒള്ളി ഫോക്കസിങ് ഓൺ അവർ ഗോൾ. തുരപ്പം കുച്ചുണ്ണി. ഇവിടെ ഷൗലെടുക്കട്ടെ. വാ, ഇങ്ങനെ ചുറ്റിനും കുഴിക്കണോ അതോ നേരെ കുഴിച്ചു കുഴിക്കണോ എന്ന് അറിയാൻ വയ്യ. നമുക്കിപ്പോൾ ചുറ്റിനും കുഴിച്ച് വിടാം. 2 ദിവസമല്ലേ ഉള്ളൂ, 10 ദിവസം വരെ സമയമുണ്ട്. ഈ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ സാധനം കുപ്പി പാട്ട ഓൾഡ് കോയിൻസ് കുറേ കിട്ടുന്നുണ്ട് നമുക്ക്. 1.6 മീറ്റർ ആയി കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ നോക്കിയപ്പോൾ കമലിലെങ്ങാണ്ട് വന്നത് 10 മീറ്റർ അങ്ങാണ്ട് കുഴിക്കുമ്പോൾ ഏതോ ശവപ്പെട്ടി അങ്ങാണ്ട് കിട്ടുമെന്നാ. അതിൽ നിന്ന് നമുക്ക് എന്തിനുള്ള ചാവി കിട്ടുമെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ വേണമെങ്കിൽ മിക്കവാറും സ്റ്റോർ റൂമിൻ്റെ ചാവിയോ വല്ലതൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. എനർജി തീർന്നു, അതെടുക്കാൻ പറ്റില്ല. ഇല്ല, പോട്ടെ. കാർപ്പറ്റ് ഇടാം. ചുക്കിട്ടെ മണ്ണെടുക്കൂ. വേഗം കൊണ്ട് കളാ, സമയമില്ല. ഗാർഡ് വരാൻ ഇനി 1 മിനിറ്റ് ഉണ്ട്. നമുക്ക് ഇനിയും കുറച്ച് ഡിഗ് പവർ കൂടിയാലും മണ്ണുകൊണ്ട് കളയാനുള്ള സമയം കിട്ടും, അത് ഉറപ്പാണ്. സാധനങ്ങളൊക്കെ എടുത്ത് നിർത്തട്ടെ. എല്ലാം സേഫാണ്. കുഴിച്ചു നോക്കണ്ട. ഗാർഡ് ഇപ്പോൾ ഒരു 40 സെക്കൻഡേ ഉള്ളൂ. ഹലോ, വേഗം വായോ. മറ്റോമാരത്ത് ഇത്ര സാധനം ഉണ്ടെങ്കിൽ ആമാർക്ക് പുറത്തു വേണമെന്ന് ഒരു ആഗ്രഹമില്ല കേട്ടോ. യെസ്, 15 എണ്ണം. ഒരു 16 17 കിട്ടൂല, 16 മതി. എടാ, വെറും 15 എണ്ണം ചോദിച്ചപ്പോൾ തന്നില്ല അവൻ. വെറുതെ എൻ്റെ സ്വഭാവം മാറ്റിക്കരുത് കേട്ടാ. ഒരു ചാടിയോടി പൊക്കളാൻ ഞാൻ ഇല്ലെങ്കിൽ കുത്തി കൊന്നിട്ടാണെങ്കിലും. ഇവിടുത്തെ 51 നേരെ പോയി ബാഗ് പിടിക്കാം. എടുക്കും മോനെ ബാഗ്. യെസ്, അത് കണ്ടില്ല, നമ്മുടെ കപ്പാസിറ്റി മൊത്തം 10 ആയിട്ടുണ്ട്. എടാ, എനർജി മേടിക്കാനുള്ള പൈസ ഇല്ല, മറന്നു. ഇഷ്യൂ ടോയ്ലറ്റ് പേപ്പർ തീർന്ന് പെട്ടല്ലോ. കുഴപ്പമില്ല, ഇതിപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. ലഞ്ച് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് അവിടുന്ന് ഒരു ഹാഫ് എനർജി കിട്ടും. നീ പൊക്കോ. എന്നിട്ട് അമ്മച്ചീനെ എവിടെ പോയി? വരുന്നില്ലല്ലോ. ഉമാരെ കനങ്ങാതെ ഇരിക്കുന്നുണ്ടാ. അവള് വന്നപ്പോൾ പുഷ് പിടിക്കുന്നുണ്ടോ? ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. ബി എ മാൻഡാ. ഹലോ അമ്മച്ചി, സുഖല്ലേ? ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ? ഭാര്യയ്ക്ക് ഹസ്ബൻഡിനൊക്കെ. നമുക്ക് നേരെ പെട്ട് നമ്മളെ ബിസിനസ്സിലോട്ട് ഇടക്കാം. I have a job for you. I will pay you $5 interested. Yes, interested. Exchange 10 toilet paper for $1. Raise the stakes. Give him. Okay. സോപ്പ് ബാർ അങ്ങാണ്ട് കൊടുത്ത പുള്ളിക്കാരൻ $ആയിരുന്നു പറഞ്ഞത്. $5. ഇവിടെ ഡോളറിന് ഭയങ്കര വാല്യൂ ആണ്. അപ്പോൾ നമുക്കിനി കുഴിക്കുമ്പോൾ സോപ്പ് ബാർ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഇവന് കൊടുത്താൽ കാശുണ്ടാക്കാം. ജയിലിനകത്ത് വന്നാലും വെറുതെ ഇരിക്കില്ല, ബിസിനസ് തന്നെ. കാർഡ് കളിക്കാം. ബാ, കഴിഞ്ഞ തവണ ജസ്റ്റ് മിസ്സിനാണ് പോയത്. തവണ പിടിക്കാൻ പറ്റുമോ നോക്കാം. നേരത്തെ ചൂസ് ചെയ്യാനൊക്കെ വല്ലതെടുക്കാം. ഷടാ, ഉണ്ടായിരുന്നൊരു ടോയ്ലറ്റ് പേപ്പർ പോയി. ക്വൈറ്റ് നാച്ചുറൽ. നമ്മളിപ്പോൾ എവിടെ പരിപാടി പരിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ. ഒന്നും കൂടെ ഉണ്ട്. ഡോളർ വെച്ച് കളിച്ചു നോക്കാം. ഡോളർ എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ $2 ആവും. നൈസാവും. വേമ്പാ. ഇവിടെ അവന്മാർ ചതിച്ചല്ലേ. കയ്യിലുണ്ടായിരുന്ന ടോയ്ലറ്റ് പേപ്പറും പോയി, ഡോളറും പോയി. പാപ്പരായി. പണ്ടാരം. ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്. എല്ലാത്തിനും ഇൻസഫിഷ്യൻ്റ് ഫണ്ട്. ചേട്ടാ, ഒരു 5 രൂപ കടന്നു തരുമോ? സോപ്പ് കിട്ടിയാൽ പിന്നെ തന്നാൽ മതിയാ അമ്മച്ചി. കുഴപ്പമില്ല. കഴിഞ്ഞ തവണ ഇതൊന്നും നമുക്ക് തൊടാൻ പറ്റില്ലായിരുന്നു. ഇപ്പം ഇതുണ്ട്. ഇതെന്ത് ചെയ്യണം? കുട്ടായി. വാവ്,
80 കിലോയുടെ ബെഞ്ച് പ്രസ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. 80 കിലോ. യെസ്, അതുകൊണ്ടോ നിങ്ങള് നമ്മുടെ ടോട്ടൽ എനർജി അതായത് 50 52ആയി. നമ്മൾ ടെമ്പററി എനർജി കൊടുത്തിട്ട് നമുക്ക് പെർമനന്റ് എനർജി തന്നിരിക്കുന്നത്. നൈസ്. അങ്ങനെയാണ് നമുക്ക് അതൊക്കെ അടിച്ച് എനർജി കൂട്ടാൻ പറ്റും. ഒരുപാട് തുറക്കാൻ പറ്റും ഒരൊറ്റ സ്ട്രെച്ചിൽ. കൊള്ളാം, പൊളി 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 പൊളി. എല്ലാവരെക്കാൾ ഫസ്റ്റ് നമ്മളാ സെല്ലിൽ കയറിയത്. ബിക്കോസ് നമുക്ക് ചെന്നിട്ട് വേറെ പണിയുണ്ട്. കുറച്ച് ടോയ്ലറ്റ് പേപ്പർ വരുമോ? കുറച്ച്. രണ്ടാമത്തെ ദിവസമായോണ്ടാന്ന് തോന്നുന്നുണ്ട് നമുക്ക് അടുത്ത സെക്ഷൻ ടോയ്ലറ്റ് പേപ്പർ വന്നിട്ടുണ്ട്. ഇന്നലെ ചോദിച്ചപ്പോൾ തരൂലെന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് എനർജി പിടിക്കാം. നൈസായിട്ടോ. ഞാൻ വിഷമിച്ചിരിക്കരുത് ഇനിയിപ്പോൾ എനർജി അവിടെ പോയി ഉണ്ടാക്കുമെന്ന്. ഒന്നാമത്തെ പുഷപ്പ് അടിച്ചപ്പോഴേ എനർജി പോയി ബെഞ്ച് പ്രസ് ചെയ്തപ്പോൾ. അത് ഇനി വേണോ? എടുത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റൂല, അതാണ്. അറിയാൻ വയ്യ എങ്ങനെയാണ് അതിൻ്റെ സെക്ഷൻ. നോക്കണം. ഒരൊറ്റ അടയ്ക്കട്ടെ, പോട്ടെ. നമുക്കപ്പോൾ ബാക്കി തുറന്നു തുടങ്ങാം. ഇവിടെ തുറന്ന് ഷവലെടുക്കട്ടെ. നമ്മൾ താഴോട്ട് ഒഴിക്കുന്നില്ല, ഐറ്റം ഇല്ലാത്ത സൈഡ് ഒഴിക്കാം. സൈഡ് ഒഴിച്ച് ഐറ്റംസ് കിട്ടും. ഐറ്റംസ് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ബാക്കി ഷവലൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏത്? യെസ്, അതൊരു ഐറ്റം എടുക്കട്ടെ. പറ്റുന്നില്ലേ? ഓക്കെ, ഒരു ക്യാൻറ്റീനൂടെ കിട്ടി. ഇവിടെ ഐറ്റം ഇല്ലടാ, സൈഡ് ഒഴിച്ച വെറുതെ. യെസ്, ആകുന്ന സാധനം ബൂട്ട്. ഓക്കെ വേണ്ട. സൈഡ് ഒഴിക്കുമ്പോൾ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ടോ? പക്ഷെ നേരെ കുഴിക്കുമ്പോൾ സാധനങ്ങൾ തീരെ കിട്ടുന്നില്ല. കൊള്ളാല്ലേ, ഒരുപാട് ദൂരം കുഴിച്ച് നമ്മൾ വിചാരിച്ച കണക്കല്ല. സ്പൂണ് ഷവലൊക്കെ കൊണ്ട് പൊട്ടേ പൊട്ടേ പൊട്ടേ. അടുത്ത സാധനം കിട്ടി, 4ാമത്തത്. എടുക്കത്. ഓക്കെ, എടുക്കുമ്പോൾ അവിടെ ഒരു കുഴി വരുന്നുണ്ട്. അപ്പോൾ താനെ കുഴിച്ചിട്ട് സന്തോഷം. അതിന് എനർജി ഒന്നും വേണ്ട. ഇനിയിപ്പോൾ താഴോട്ട് ഒഴിക്കാം. 4 ഐറ്റം കിട്ടി. ആവശ്യത്തിനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. കുഴിക്കങ്ങട്ടേ. ഓക്കെ, എന്താ സാധനം? ഓക്കെ, എന്തോ പാഡിലോക്ക് കിട്ടിയിട്ടുണ്ട്. സോപ്പ് ബാർ മാത്രം കിട്ടിയില്ല. കുപ്പിയും പാട്ടും ടിന്നൊക്കെ ഉണ്ട്. സോപ്പ് ബാർ കിട്ടിക്കഴിഞ്ഞാൽ $5 പരിപാടി നടന്നേനെ. ബിസിനസ്. ഫ്ലെയർ കണ്ടെന്ന് ആർക്കും വേണ്ടാവോ? അതിനുശേഷം ഞാൻ ഇപ്പോൾ എനർജി അറച്ച് ഇപ്പോൾ ബാക്കി ഒഴിക്കുക. അടുത്ത ദിവസം രാത്രി ആവാറായി. 1.6 മീറ്റർ അടിപ്പിച്ച് കുഴിച്ചിട്ടുണ്ട് നമ്മൾ. സമയം കണ്ട വേഗം കുഴിച്ചു. നേരെ കുഴിക്കട്ടെ. ഓക്കെ, 1.7 മീറ്റർ ആയി. ഇതോ കുപ്പി, റെഞ്ച്, ഓൾഡ് കോയിൻസ്, ഉമാരുണ്ടോ? തോക്ക്. എന്താ പൂട്ടം കണ്ടൊക്കെയല്ലേ കിട്ടിയത്? അമ്മാരൊറ്റ പോലീസ് സ്റ്റേഷൻ കിട്ടാനായിട്ട് വീട് പണിഞ്ഞതിൻ്റെ വേസ്റ്റൊക്കെ കൂട്ടിയിട്ടാണ് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ് ഗാർഡ് വരും. നമ്മളെ എനർജിയും തീരാറായിട്ടുണ്ട്. കുഴിച്ചോ. ലൈറ്റ്സ് ഔട്ട്. കണ്ട, കറക്റ്റ് 22 എന്ന് പറയുമ്പം 10 മണി. 10 മണിക്ക് അവർ ലൈറ്റ് ഓഫ് ചെയ്യും. ഇരുട്ടത്ത് പണിയെടുക്കാനും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ബാറ്റ്മാൻ്റെ കുടുംബക്കാരാണ്. ഇത് തിരക്കില്ല. പതുക്കെ കളഞ്ഞാൽ മതി. സമയമുണ്ട്. ഓക്കെ, 3 സെക്ഷൻ മണലുണ്ട്. മറക്കരുത്. മറ്റേ ഒരു ശീലത്തിന് 2 സെക്ഷൻ മണലാന്ന് കൊണ്ട് വിചാരിച്ച് അവിടെ പോയി. അതിൽ എത്ര ഐറ്റം? 8 ഐറ്റം എങ്ങാണ്ടുണ്ട്. മറ്റേ നമുക്ക് 5 ഐറ്റം എടുക്കാൻ പറ്റൂ. 50 ടോയ്ലറ്റ് പേപ്പർ പിടിച്ച് ബാഗ് ഓടിച്ചോടെ നമുക്ക് 8 ഐറ്റം എടുക്കാൻ പറ്റുന്നുണ്ട്. നൈസ്. ഗാർഡ് വരട്ടെ. ഇതിനെല്ലാം കൂടി എന്ത് തരും? എടാ, രാത്രി ബിസിനസ് ഇല്ല കേട്ടോ. മൈ ഗോഡ്. നമുക്ക് പിന്നെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരെ പോയി കിടന്ന് ഉറങ്ങാനേ പറ്റുള്ളൂ. ഷിറ്റ്, അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അത്ര നേരം കുഴിച്ച് നമ്മളെ കണ്ട. ഓൾമോസ്റ്റ് 1.8 മീറ്റർ അടുപ്പിച്ച് കുഴിച്ചിട്ടുണ്ട്. വാവ്, നമ്മുടെ കഴുത്തൂരെ കുഴിച്ചേട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കണ്ട. ബാക്കി എന്താ സംഭവിച്ചത് നമുക്ക് അടുത്ത പട്ടിക്കണം. അതുവരെ സീ യു.